അപ്പോൾ ഈ സമസ്ത എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അന്താരാഷ്ട്ര സ്വഭാവമുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം പറഞ്ഞു, അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാരി ഫി യജമി. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ ഒരു സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ സംരക്ഷിച്ചു നിർത്തി. റസൂലുള്ളാഹിയുടെ മില്ലത്താകുന്ന സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ നബി തങ്ങൾ അടക്കി നിർത്തി. അതുപോലെ കല്ലൈസി, ഒരു സിംഹം, ആ സിംഹത്തിൻ്റെ കുട്ടികൾ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുമ്പോൾ ആ സിംഹത്തിൻ്റെ പുറത്ത് സിംഹം എങ്ങനെയാണ് സിംഹത്തിൻ്റെ കുട്ടികൾക്ക് കാവൽ നിൽക്കുന്നത്, അതുപോലെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉമ്മത്തിന് അവർക്കുള്ള ഈമാന് കാവൽ നിന്നു എന്ന് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷം ചെയ്ത പണി എന്താണ്? അതേ പണിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമസ്ത 100 വർഷം മുമ്പ് രൂപീകരിച്ചത് ഒരു പുതിയതായിരിക്കുന്ന ആശയം തുടങ്ങാൻ വേണ്ടിയല്ല, ഒരു പുതിയ ആശയം, പുതിയ ആദർശത്തിന് വേണ്ടിയല്ല രൂപീകരിച്ചിരിക്കുന്നത്. പഴയ ആദർശം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരേക്കുള്ള 1,24,000 അമ്പിയാക്കന്മാർ പ്രചരിപ്പിച്ചതായിരിക്കുന്ന ആശയം അവസാനമായിട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ 23 വർഷം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് 23 വർഷം ഇവിടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തതായിരിക്കുന്ന ആദർശം അതെന്താണോ, ആ ആദർശത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് 100 കൊല്ലം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് രൂപം നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു പുതിയതല്ല, പഴയ നൂറ്റാണ്ടുകൾ എന്നാണ് പറഞ്ഞത്. ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകൾ, ഒരു നൂറ്റാണ്ട് മാത്രമല്ല. 1926 ശേഷം 2026 വരേക്കുള്ള ഒരു നൂറ്റാണ്ട് മാത്രമല്ല, അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകൾ മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കള്, ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എല്ലാം പഠിപ്പിച്ചു തന്ന, അവർ മനസ്സിലാക്കി തന്നതായിരിക്കുന്ന ആ നൂറ്റാണ്ടിലുള്ള ആശയങ്ങൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് 100 വർഷം മുമ്പ് രൂപം നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആൻ മഹാന്മാരായിരിക്കുന്ന അമ്പിയാക്കന്മാർക്കുള്ള ചരിത്രങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അല്ലാഹു തആല റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, ഉലൈകല്ലദീന ഹദല്ലാഹ്, ഞാൻ ഈ പറഞ്ഞതായിരിക്കുന്ന അമ്പിയാക്കൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയ എല്ലാ അമ്പിയാക്കന്മാരും അല്ലദീന ഹദല്ലാഹ്, അല്ലാഹു ഹിദായത്ത് നൽകിയതായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ആദർശത്തിൻ്റെ ആത്മാക്കളാണ്, പരിശുദ്ധ ആദർശത്തിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് ഫബിഹുദാഹു മുഖ്തദി, അവർക്കുള്ള ശരീഅത്ത് തങ്ങൾ പിൻപറ്റണം, അവർക്കുള്ള മാർഗത്തിനോട് തങ്ങൾ പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചതിൻ്റെ ശേഷം 23 വർഷം, 63 വയസ്സ് വരേക്കുമുള്ള 23 വർഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അമ്പിയായിൻ്റെ ആ ശൃംഖല ഏതൊരു ആശയത്തിലായിരുന്നോ അതേ ആശയം തന്നെ, എല്ലാവരുടെയും വിശ്വാസം ഒന്ന് തന്നെയാണ്, എല്ലാ അമ്പിയായിൻ്റെയും ആദർശം ഒന്നാണ്, വിശ്വാസം ഒന്നാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ അമ്പിയാക്കളുമെല്ലാം എൻ്റെ മുമ്പുള്ള അമ്പിയാക്കളും എല്ലാം പറഞ്ഞ വിശ്വസിച്ചതായിരിക്കുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ആ ആദർശത്തിനെ തന്നെയാണ്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇവിടെ പ്രബോധനം ചെയ്തിരിക്കുന്നത്. അതാണ് റസൂലുള്ളാഹിനോട് അല്ലാഹു തആല പറയുന്നത്, ഫബിഹുദാഹു മുഖ്തദി, നബിയെ അവർക്കുള്ള ആ അമ്പിയായന്റെ ആദർശത്തിനോട്, അവർക്കുള്ള ഹുദയോട്, അവർക്കുള്ളതായിരിക്കുന്ന ആ ശരിയോട് തങ്ങൾ പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചു. അതേ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം ഇവിടെ പ്രബോധനം ചെയ്തു. 23 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രസംഗം, റസൂലുള്ളാഹിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു, ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗൈബ, ഞാൻ അന്ത്യപ്രവാചകനാണ്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ശേഷം പ്രവാചകന്മാർ വരാനില്ല. അതുകൊണ്ട് പ്രവാചകന്മാർ ചെയ്യുന്നതായിരിക്കുന്ന ആ ദൗത്യം ചെയ്യേണ്ടത് നിങ്ങളാണ്. ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗൈബ, ഇവിടെ കൂടിയ നിങ്ങൾ, ബഹുമാനപ്പെട്ട ലക്ഷത്തിൽ പരം വരുന്നതായിരിക്കുന്ന സഹാബത്തിനെ മുൻനിർത്തിയും കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ള ശേഷമുള്ളവർക്ക് ഞാൻ പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർ അതിൻ്റെ ശേഷമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർ അതിൻ്റെ ശേഷമുള്ളവർക്ക്, അങ്ങനെ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള പരമ്പരയിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉലമാക്കളാണ്. അന്നുള്ള ഉലമാക്കൾ, ഇന്നുള്ള ഉലമാക്കൾ ശേഷമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർ അതിൻ്റെ ശേഷമുള്ളവർക്ക്, അങ്ങനെ ഖിയാമത്ത് നാൾ വരേക്കും ഈ ദൗത്യം ശേഷമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതായിരിക്കുന്ന ആ ദൗത്യം, ആ അധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉലമായിനാണ്. ആ മഹത്തായിരിക്കുന്ന വഴി, ആ വഴിയിലൂടെയാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദിവസത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായിട്ട് പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹയിൽ 17 പ്രാവശ്യം 17 റക്അത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ പറയുന്നില്ലേ? അതിന് മുമ്പ് സുന്നത്ത് നിസ്കാരങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെയുള്ള ബാക്കിയുള്ള നമ്മളിപ്പോൾ സ്റ്റേജിൽ ദ്വാരക്കുമ്പോൾ ഫാത്തിഹ ഓതി പലവട്ടവും നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്. ആ ഫാത്തിഹയിലെല്ലാം നമ്മൾ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, മുസ്തഖീമായ വഴിയിൽ, നേരെയുള്ളതായിരിക്കുന്ന വഴിയിൽ ഞങ്ങളെ ചേർക്കണം. നേരെയുള്ള വഴി ഏതാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർക്കുള്ള വഴി, നീ നിഅമത്ത് ചെയ്തവർക്കുള്ള വഴി. ഏതാണ് നിഅമത്ത് ചെയ്തവർക്കുള്ള വഴി? ഏതാണ് അത്? അല്ലാഹു വേറൊരായത്തിൽ പറയുന്നു, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവർക്കുള്ള വഴി, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. അല്ലാഹു അനുഗ്രഹിച്ചവർക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾക്കുള്ള വഴി, സിദ്ദീഖീങ്ങൾക്കുള്ള വഴി, ശുഹദായിക്കുള്ള വഴി, സ്വാലിഹീങ്ങൾക്കുള്ള വഴി. ആ വഴിയിൽ ചേർക്കണമെന്ന് ദിവസത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായിട്ടും അല്ലാതെ ബാക്കിയുള്ള രൂപത്തിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്. ആ വഴിയിലാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള വഴി ഹഖായ വഴിയാണ് എന്നതെനിക്ക് ധാരാളം തെളിവുണ്ട്. അമ്പിയാക്കന്മാർക്കുള്ള വഴിയാണ് സമസ്തയുടെ വഴി, സാലിഹീങ്ങൾക്കുള്ള വഴിയാണ്, ഔലിയാക്കൾക്കുള്ള വഴിയാണെന്നതെനിക്ക് ധാരാളം തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമസ്ത രൂപീകരിച്ചത് 1926 അത് രൂപീകരിക്കാനുള്ള കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വഴിയിൽ നിന്ന് ചിലർ തെറ്റിപ്പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഐക്യസംഘം എന്ന പേരിൽ പുതിയൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വഴിയിൽ നിന്ന് വ്യതിചലിച്ചവരാണ്, തെറ്റിയവരാണ്. പുതിയ വാദങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. തവസ്സുല്, ഇസ്തിഗാസ പാടില്ല, തൽഖീന് പാടില്ല, മൗലിദ് ഓതാൻ പാടില്ല. അങ്ങനെയുള്ള വാദം ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല. 1922 ശേഷമാണ്, 21 ശേഷമാണ് ആ വാദം അങ്ങനെ വരാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകണം, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് രൂപം നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ വഴി എന്താണ്, റസൂലുള്ളാഹിയുടെ വഴി എന്താണ്,
അത് സമസ്തയുടെ വഴി തന്നെയാണ്, സമസ്തയുടെ ആദർശം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആദർശം, അംബിയാന്റെ ആദർശം അതാണ്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചു, സ്വർഗത്തിൽ കടത്തി. സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ വാതിലിലേക്ക് നോക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്. ഇത് കണ്ടപ്പോൾ ഈ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള വാക്ക് ആദം നബി അലൈഹിസ്സലാമിന് പരിചയമില്ല. ആദം നബി അലൈഹിസ്സലാം മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് എന്നാൾ റസൂലുള്ളയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, ഇത് മുമ്പ് കേട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, മൻ ഹാദല്ലദീ ഖറൻത ഇസ്മഹു ബിസ്മിക, പടച്ചവനെ നിന്റെ പേരിനോട് ഈ ചേർത്തി വെച്ചതായിരിക്കുന്ന പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചേർത്തി വെച്ചിട്ടുണ്ടല്ലോ, ഈ മുഹമ്മദ് എന്നുള്ള പേര് ആരുടെ പേരാണ് എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആദാമിൻ ഉൽദിക, ആദമേ ഇത് നിങ്ങളെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളുടെ പേരാണ്. അബഅ്തുഹു ഫി ആഖിറിസ് സമാൻ, ആഖിറുസ് സമാനിലെ ആ മകനെ, നിങ്ങൾക്കുള്ള ആ മകനെ ഞാൻ പ്രവാചകനായി പറഞ്ഞേക്കും, അന്ത്യപ്രവാചകനാണ്. ലൗലാഹു ലമാ ഖലഖ്തുക, ആ കുട്ടിക്ക് വേണ്ടിയാണ്, മുഹമ്മദ് എന്നുള്ള പേരുള്ളതായിരിക്കുന്ന ആ സന്താനത്തിന്, ആ കുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങളെയും ഞാൻ പടച്ചിരിക്കുന്നത്, ലോകത്തുള്ള എല്ലാ വസ്തുവിനെയും ഞാൻ പടച്ചിരിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഇത് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സന്തോഷമാവുകയാണ്. അല്ലേ, നമ്മളെ മക്കളെ കൂട്ടത്തിൽ നല്ലൊരു മകനുണ്ടെങ്കിൽ നമുക്കത് അഭിമാനമല്ലേ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അഭിമാനമാകുന്നു, എൻ്റെ മക്കളെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ളതായിരിക്കുന്ന ആ കുട്ടിയുടെ കാരണത്തിന് വേണ്ടിയാണ് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും പടച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവേ ബിഹഖി ഹാദൽ വലദി യഗ്ഫിർ ലി ഹാദൽ വാലിദ്, ആ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് ഈ പിതാവിന് നീ പുറത്തു തരണം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നല്ലോ. അതിൻ്റെ ഉള്ളിൽ പല ഹിക്മത്തുകളുമുണ്ട്. പഴം പറിച്ചു തിന്നണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തിന്നണമെന്നുള്ള കൽപ്പന അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ലാഹിറിൽ അത് അള്ളാഹു വിലയ്ക്ക് ധാരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പടച്ചവനെ നീ വിലയ്ക്ക് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിനെ ഈ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് നീ പുറത്തു തരണം. ഈ പിതാവിനിക്ക് ആ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് നീ പുറത്തു തരണം. കണ്ട ആദം നബി അലൈഹിസ്സലാം ഫതവസ്സല ബിഹി ആദമു, ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു. ഇപ്പോൾ ഒരാൾ പറയുന്നത് തവസ്സുൽ പാടില്ല, ഇസ്തിഗാസ പാടില്ല, അതെല്ലാം പുതിയ പുതിയ വാദങ്ങളാണ്. തവസ്സുൽ ആദം നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്, ഓരോ അമ്പിയാക്കന്മാരും ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള ചരിത്രങ്ങളെല്ലാം പറഞ്ഞാൽ, ഓരോരുത്തരുടെയും സംഭവങ്ങൾ പറഞ്ഞാൽ നീണ്ടുപോകും. ഉദാഹരണത്തിന് വേണ്ടി ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞതാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ അമ്പിയാക്കളും തവസ്സുൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് ചില ആൾക്കാർ പറയുന്നു. അതിന് കാരണം ഒരു പറയുന്നത്, മക്കത്തെ പള്ളിയിലേക്ക് പോകുന്നുണ്ടല്ലോ, ഹജറുൽ അസ്വദിനെ മുത്താൻ വേണ്ടി പെണ്ണുങ്ങളെല്ലാം പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് പെണ്ണുങ്ങൾ ജമാഅത്തിന് വേണ്ടി പോകണം, ജുമുഅക്ക് വേണ്ടി പോകണമെന്ന്. ഇത് എവിടെ നിന്ന് കിട്ടിയ ന്യായമാണ്? പെണ്ണുങ്ങൾ മക്കത്തെ പള്ളിക്ക് പോകണം, കാരണം ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് ചെയ്യണമല്ലോ. തവാഫ് മക്കത്തെ പള്ളിയിൽ തന്നെ ആകണം. നമ്മളെ ബൺട്വാള് പള്ളിയിൽ തവാഫ് ചെയ്താൽ തവാഫാവുകയില്ല, ഹജ്ജ് പൂർത്തിയാവുകയില്ല. നമ്മുടെ ബൺട്വാള പള്ളിയിലോ മിത്തബൈൽ പള്ളിയിലോ അല്ലെങ്കിൽ മുൽക്കി പള്ളിയിലോ ഹജറുൽ അസ്വദ് ഇല്ല. ഹജറുൽ അസ്വദിനെ മുത്തണമെങ്കിൽ മക്കത്തെ പള്ളിക്ക് തന്നെ പോകണം. അതുകൊണ്ട് അവിടെ പെണ്ണുങ്ങൾ പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ പള്ളിയിലേക്കും ജമാഅത്തിന് പോകണമെന്ന് എവിടെ നിന്ന് കിട്ടി? ഏത് ന്യായമാണത്? അങ്ങനെയാണെങ്കിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ഐഷ ബീബി റളിയല്ലാഹു അൻഹ, ഐഷ ബീബിയുടെ വീട് എവിടെയാണ്?
നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മക്കത്ത് പോയവർക്കറിയാം, മദീനത്ത് പോയവർക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പള്ളിയോട് തൊട്ടടുത്ത സ്ഥലത്തിലാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്. ആയിഷ ബീബി ഏതെങ്കിലും ഒരു ജമാഅത്തിന് പള്ളിയിലേക്ക് പോയതായിട്ട്, ജുമുഅക്ക് പോയതായിട്ട് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ഭാര്യ റസൂലുള്ളാഹിന്റെ പള്ളിൻ്റെ അടുത്താണ് അവർക്കുള്ള റൂം. എന്നിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിയുടെ ഭാര്യ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോയിട്ടുണ്ടോ? ജുമുഅക്ക് പോയിട്ടുണ്ടോ? റസൂലുള്ളാഹിയുടെ ഏതെങ്കിലും ഒരു ഭാര്യ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ? ജുമുഅക്ക് പള്ളിയിലേക്ക് പോയിട്ടുണ്ടാകും വേറെ ആവശ്യത്തിന് വേണ്ടി. ജുമുഅക്കും ജമാഅത്തിനും പള്ളിയിലേക്ക് വേണ്ടി പോയിട്ടുണ്ടോ? മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹ ഒരു സഹാബിയത്തായിരിക്കുന്ന മഹദിയാണ്. ആ സഹാബിയത്തായിരിക്കുന്ന മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഇന്നി ഉഹിബ്ബു സ്വലാത മഅക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, തങ്ങളെ കൂടെ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം എനിക്കുണ്ട് നബിയേ. ഒരു സഹാബിയത്തായ പെണ്ണ് റസൂലുള്ളാഹിയോട് സമ്മതം ചോദിക്കുകയാണ്, തങ്ങളെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്ന് വല്ലാത്ത ആശ, ആഗ്രഹം എനിക്കുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? ആയിക്കോട്ടെ സഹോദരി, വന്നോ എന്നാണോ പറഞ്ഞത്? അല്ലാഹുവിൻ്റെ റസൂല് ആ സഹോദരിയോട് പറയുന്നു, ഇന്നി അഅലമു അന്നകി തുഹിബ്ബീന സ്വലാത മഈ, സഹോദരി, എൻ്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഫസലാതുകി ഫീ ബൈതികി ഖൈറും മിൻ സലാതുകി ഫീ ഹുജ്റതികി വസലാതുകി ഫീ ഹുജ്റതികി ഖൈറും മിൻ സലാതികി ഫീ ദാരികി വസലാതുകി ഫീ ദാരികി ഖൈറും മിൻ സലാതികി ഫീ മസ്ജിദി ഖൗമികി വസലാതുകി ഫീ മസ്ജിദി ഖൗമികി ഖൈറും മിൻ സലാതികി ഫീ മസ്ജിദി ഹാദാ. സഹോദരി, എൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അതിന് പുണ്യമില്ല. വസലാതുകി ഫീ ബൈതികി സലാത്തും ലക്കി മിൻ സലാത്തികി ഫീ ഹുജ്റതികി. സലാത്തുകി ഫീ ബൈതികി, നിങ്ങൾക്കുള്ള പ്രൈവറ്റ് റൂം. ബൈത്ത് എന്ന് പറഞ്ഞാൽ അറൻ്റെ ഉള്ളിലൊരു പ്രൈവറ്റ് റൂം ഉണ്ടാകും. ബാത്തയബീത്തു, ബാത്തയബീത്ത്, മബീത്ത് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സ്ഥലമെന്നല്ലേ, അങ്ങനെ ഉറങ്ങുന്ന സ്ഥലമുണ്ടാകും. അറൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലൊരു പ്രൈവറ്റായിട്ട് ഉറങ്ങുന്നൊരു സ്ഥലമുണ്ടാകും. അവിടെ നിസ്കരിക്കൽ അറൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. വസലാത്തുകി ഫീ ഹുജ്റതികി, നിങ്ങൾക്കുള്ള അറയിൽ നിങ്ങൾ നിസ്കരിക്കൽ സലാത്തുൻ ഖൈറുൽ ലക്കി മിൻ സലാത്തികി ഫീ ദാരികി, നിങ്ങൾക്കുള്ള വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, വീട്ടിൽ ബാക്കിയുള്ള സ്ഥലത്തിൽ നിസ്കരിക്കുന്നതിനേക്കാൾ അറൻ്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് ഖൈർ. വസലാത്തുകി ഫീ ദാരികി, നിങ്ങൾക്കുള്ള വീട്ടിൽ നിസ്കരിക്കൽ ഖൈറുൽ ലക്കി മിൻ സലാത്തികി ഫീ മസ്ജിദി ഖൗമികി, വീട്ടിൽ നിസ്കരിക്കൽ നിങ്ങൾക്കുള്ള കുടുംബത്തിൻ്റെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. കുടുംബത്തിൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ മാത്രം നിസ്കരിക്കുന്ന, കാണാൻ പറ്റുന്ന ആൾക്കാർ, കുടുംബക്കാർ മാത്രം നിസ്കരിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് വീട്ടിൽ നിസ്കരിക്കൽ. എന്നാൽ കുടുംബത്തിൻ്റെ പള്ളിയിൽ നിസ്കരിക്കൽ എൻ്റെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. ഞാൻ ചുരുക്കുന്നു, ഭാഗ്യം എടുത്തുകൊണ്ട് വരുന്നുണ്ട് അല്ലേ, ഞാൻ ചുരുക്കുന്നു. അപ്പോൾ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, എൻ്റെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ, റസൂലുള്ളാഹിന്റെ പള്ളി മദീനത്തെ പള്ളിയാണ്, ആ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ്. ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും ഖൈർ നിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റസൂൽ പഠിപ്പിച്ചിട്ടില്ല, അത് പുതിയ വാദങ്ങളാണ്. ഇങ്ങനെയുള്ള പുതിയ വാദങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണ്. അങ്ങനെ പുതിയ പല വാദങ്ങൾ, അത് ശരിയായ വാദമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ വാദം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആശയം തന്നെയാണ്. ആ ആശയത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ സമസ്തയുടെ പിന്നിൽ നമ്മൾ നിൽക്കണം. ഈമാനെ കാക്കാൻ വേണ്ടി നമ്മളെ ഈമാനെ ഇപ്പോൾ സമസ്ത കാത്തതുപോലെ നമ്മളെ മക്കളിലേക്കും അത് എത്തണം. നമ്മളെ മക്കളെയും പുതിയ ആശയങ്ങളിൽ നിന്ന് കാക്കപ്പെടണം. അതുകൊണ്ട് ഈ സമയങ്ങളിലാണ് നടത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ സമസ്തയുടെ പിന്നിൽ നിൽക്കണം. സമസ്തയുടെ 100ാം വാർഷികം ഇൻഷാ അല്ലാഹ് നമ്മൾ വിജയിപ്പിക്കണം.